എൻ്റെ നോട്ടത്തെ സാർമാരെ ഒരു സ്വഭാവ ദൂഷ്യോ ആ ചെറുക്കന് ഞാൻ കാണുന്നില്ല. ഒരു സ്വഭാവ ദൂഷ്യോ എൻ്റെ ദൈവമേ ഞാൻ കണ്ടിട്ടില്ല. അവനെ കൊണ്ട് ഞാൻ ജീവിക്കേണ്ടതല്ലേ. പാർട്ടിക്കാരുടെ ചിലപ്പം അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല, സമ്മതിക്കത്തില്ല. അതുപോലെ അസൂയക്കാരെ അഭിപ്രായം ആരും പറയത്തില്ല. ഇതിപ്പോൾ നാട്ടിലെ ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇന്ന ആളാണ് ഇന്ന മാതിരി ചെയ്തെന്ന് പറയാമല്ലോ. ഈ പയ്യൻ അങ്ങനെയുള്ള ഒരു തരത്തിൽ പിന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്തെങ്ങാണോ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ ചിലപ്പോൾ അന്നേരത്തെ എന്തെങ്കിലും ഒരു ഇതിനിപ്പോൾ സരിത കേസ് ആരുടെയും സ്വരം എങ്ങനെ വേണേലും മിമിക്രിക്കാരെ ഇഷ്ടം പോലെ കിടക്കും. ഏത് സ്വരവും ആരുടെയും പറയാം. ചാണ്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട. ഒരു 5-6 മാസത്തിന് മുമ്പ് നമുക്കൊരു വഴി പ്രശ്നം ഉണ്ടായിരുന്നു. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല. അന്ന് വീട്ടിൽ കയറി ഇലക്ഷന് മുന്നേ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ അത് ചെയ്തു തന്നിട്ടില്ല. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം, ഫസ്റ്റ് വീട് നമ്മുടെ വീടാണ്. ഇങ്ങോട്ട് കയറ്റി കെട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 2 കട്ട ഇളക്കി തന്നാൽ നമ്മുടെ വീട്ടിലോട്ട് വണ്ടി ഇറങ്ങിപ്പോകും. അത് സമ്മതിക്കത്തില്ല. അതുപോലെ അസൂയക്കാരാണ്. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞു മോനെ വളർത്തുന്നതിന്. അപ്പോൾ ചെറുപ്പത്തിലെ മരിച്ചു പോയി. വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സംഭവമാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇത് നമ്മളാരും ഇതിനെപ്പറ്റി കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ആ പെൺകുട്ടി ഇതുവരെ ആളിൻ്റെ പേരോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഇതിപ്പോൾ നാട്ടിലെ ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇന്ന ആളാണ് ഇന്ന മാതിരി ചെയ്തെന്ന് പറയാമല്ലോ. അല്ല, ഗർഭചിത്രം നടത്തണമെന്ന് ഈ രാഹുൽ പുള്ളിക്കാരോട് പറയുന്നതായിട്ട് വീഡിയോ ഇറങ്ങി. അതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെ ശബ്ദത്തിൽ അനുകരിക്കാൻ പറ്റുമല്ലോ. ഇന്നങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സൗണ്ട്, അച്യുതാനന്ദൻ്റെ സൗണ്ട് എല്ലാം അനുകരിക്കുന്നുണ്ട്. നമ്മളത് പ്രായോഗിക തലത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലയോ. അങ്ങനെ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, കേട്ട് കഴിയുമ്പോൾ ഇവർ രണ്ടും സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ആ വീഡിയോ അത് കേട്ട് കേൾവി വെച്ചിട്ട് നമ്മൾ ശബ്ദ സന്ദേശം പരിശോധിക്കുക, അങ്ങനെയുള്ള ഒന്നും നടപടികളായിട്ടില്ലല്ലോ. ചേട്ടൻ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളോടുള്ള ഇടപെടലൊക്കെ എങ്ങനെയാണ് നാട്ടുകാരൻ? പുള്ളി മാന്യമായിട്ടുള്ള ഇടപെടലാണ്. പുള്ളി ഇങ്ങനൊരു പിന്നെ ഇതിനകത്ത് ഇത് രാഷ്ട്രീയമല്ലയോ. രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഒരു ഉയർച്ച വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അടിച്ച് താക്കാനുള്ള പ്രവൃത്തി മറുഭാഗത്തു നിന്നുണ്ടാവും, അത് അകത്തു നിന്നും ഉണ്ടാവും. കാരണം പുള്ളിയുടെ വളർച്ച ഒരു പെട്ടെന്നുള്ള വളർച്ചയിൽ സംഭവിച്ചതാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പം അകത്തും പുറത്തും ശത്രുക്കളുണ്ട്. പുള്ളിയുടെ അച്ഛനെയൊക്കെ അറിയാം. പുള്ളിയുടെ അച്ഛനൊക്കെ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടായിരുന്നു. അച്ഛൻ, അമ്മ എല്ലാവരെയും. അച്ഛന് നേവിയിൽ ഉദ്യോഗസ്ഥനല്ലായിരുന്നു, മിലിറ്ററി ആയിരുന്നു. മരിച്ചു പോയിട്ട് എത്ര വർഷമായി? ഇപ്പം മരിച്ചു പോയിട്ടൊരു ഏകദേശം ഒരു 10-18 വർഷമായി കാണുമല്ലയോ? 18 അതിനുശേഷം അമ്മയാ വളർത്തിയത്. കുഞ്ഞിലെ മുതൽ ഈ രാഹുലിനെയും പെങ്ങളെയൊക്കെ അറിയാം, എല്ലാം അറിയാം. ഇപ്പൊ കണ്ടാലും വർത്താനൊക്കെ പറയും ആണോ? ഈ വിഷയം അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഈ വിഷയം അറിഞ്ഞപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിഞ്ഞ മുതലേ നമുക്കിതിനകത്ത് സംശയങ്ങളാണ്. കാരണം ഒരു കാരണവശാലും ഈ പയ്യൻ അങ്ങനെയുള്ള ഒരു തരത്തിൽ പിന്നിപ്പോൾ ഈ അടുത്ത സമയത്തെങ്ങാണോ എന്തെങ്കിലും അങ്ങനെയും വരാൻ സാധ്യതയില്ല. കാരണം അവർക്ക് പാരമ്പര്യമായിട്ട് സ്വത്തുള്ളവരാണ്. എന്നോട് പുള്ളിയെപ്പറ്റി അങ്ങനെ പറയുകയാണെങ്കിൽ പാലക്കാട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, പുള്ളി എന്ത് ജാതിയൊക്കെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അവിടെ പോലും പുള്ളിക്ക് അപകീർത്തികരമായിട്ടുള്ള പരിപാടികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് പുള്ളിയെ മനഃപൂർവ്വം വഹിക്കാനാണ് 100% സാധ്യത. 9 പേര് AICC പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പരാതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആർക്കും പരാതിപ്പെടുന്നതിന് തെളിവ് കൊടുക്കണം. ഇന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവില്ലാതെ വെറുതെ എനിക്കും ആരെപ്പറ്റി എന്ത് ആരോപണം പറയരുത്. രാഷ്ട്രീയത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം ഉയർന്നു വരുമ്പോൾ അവരുടെ മനസ്സിലൊരു പ്രതീക്ഷ കാണുമല്ലോ. എനിക്ക് ഇല്ല ഇന്നതാകണം എന്നുള്ളൊരു പ്രതീക്ഷ കാണും. അതുകൊണ്ട് കല്യാണം ഇങ്ങനെ നീട്ടി പോകുന്നതായിരിക്കാം, കാണാറുണ്ട്. പിന്നെ ബിസിയൊക്കെ ആയതുകൊണ്ട് വണ്ടി ഒന്ന് നിർത്തി നമ്മൾ കാണുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ പോലും ഇപ്പം രാഹുലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത്രമാത്രം അവർ തിരുത്തി പറഞ്ഞല്ലോ. അല്ല, അവരിപ്പോൾ പറയുന്നത് അല്ല, ഞാനങ്ങനെ തിരുത്തി പറഞ്ഞില്ല പറഞ്ഞ്. ഈ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ ചിലപ്പോൾ അന്നേരത്തെ എന്തെങ്കിലും ഒരു ഇതിനിപ്പോൾ സരിത കേസ്, പിന്നെ സ്വപ്ന സുരേഷിൻ്റെ കേസ്, ഇതെല്ലാം എന്ന് വെച്ചാൽ എവിടെയോ മാഞ്ഞു പോയില്ലയോ. ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റി അന്ന് പറയുമ്പോഴും നമ്മളത് വിശ്വസിച്ചിട്ടേ ഇല്ല, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ. കാരണം ഇത് ഫാബ്രിക്കേറ്റഡായിട്ട് ചെയ്യുന്ന ചില സാഹചര്യങ്ങളിൽ ഉയർച്ചയിൽ ആരെ അടിച്ച് താക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സംഭവിച്ചു എന്ന് പറയാൻ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല. ഇപ്പോഴും രാഹുൽ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഉണ്ട്. ഈ MLA സ്ഥാനം രാജിവെക്കണ്ടോ? ഇല്ല. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ജയിച്ചു. ഈ ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളാണ് പുള്ളിയെ തിരഞ്ഞെടുത്തേക്കുന്നത്. ഇത് നിയമപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ രാജിവെക്കണമെന്നുള്ള അഭിപ്രായത്തിൽ നമ്മൾ ജനപ്രതിനിധിയല്ലയോ.
അല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പം ഇത് ആരോപണം മാത്രമാണല്ലോ. ഇതൊരു ഒരാളെ പറ്റി ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആ കുറ്റ ആരോപിതർക്കുള്ളതാണ്. ഇപ്പോൾ ഒരു ചാനൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇപ്പോൾ ഒരു ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു, ഒരു തെളിവ് കൊടുക്കണ്ടേ? അല്ല ഇപ്പോൾ സ്ത്രീകൾ വിളിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സൈബർ ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ആണുങ്ങളെയല്ല ബാധിക്കുന്നത്, സ്ത്രീകളെയാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ അങ്ങനെ വലുതായിട്ട് ബാധിക്കുന്നില്ല. കാരണം നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മളത് ഒരുപാട് അറിയുന്നതല്ലേ ഇത്. അതുകൊണ്ട് ഈ സ്ത്രീകളെ കൂടുതൽ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അവർ കൂടുതൽ അവർക്കിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ല, നാളെ രാഹുൽ അല്ലെങ്കിൽ ഇനി വേറൊരാളായിരിക്കും. അവർക്ക് ഇതൊന്നും വിഷയമുള്ള കാര്യങ്ങളല്ല. അവരിപ്പോൾ ചിലപ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാനൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി ഇങ്ങനെ നിൽക്കുക എന്നുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ ഏതായിരിക്കും. ആരെപ്പറ്റി എന്താ ആരോപണം ഉന്നയിക്കുന്നതിന് ഈ സ്ത്രീകൾക്ക് വലിയ, സ്ത്രീകളെ ഞാൻ ഈഴ്ത്തി പറയുമല്ല, ചില സ്ത്രീകൾക്ക് അതൊരു രസമായിട്ട് ചിലപ്പോൾ തോന്നിയെന്നിരിക്കും. ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ പാരി ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു വിഷയം? അതുകൊണ്ട് അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം വന്ന് സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ CPM ഇല്ലേ അങ്ങനെയുള്ള ഓരോ പാർട്ടികളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ സംരക്ഷിക്കാനും അല്ലെങ്കിൽ ആദ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രമിച്ചൊക്കെ നോക്കും. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അവർ തന്നെ മുന്നേ വെടിപൊട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ നമ്മൾ രാഷ്ട്രീയം എടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്രയോ പേര് ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി FIR കേസ് അത് ഇത് അവരെല്ലാം സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. ഇത് ഇവരങ്ങനെ സംരക്ഷിച്ചില്ലല്ലോ. ആരോപണം വന്നുടനെ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ അവർ നീക്കിപ്പോയി. ഒരു ആരോപണം വരുമ്പോൾ രാഷ്ട്രീയത്തിൽ തടിയൂരിലൊക്കെ സ്വാഭാവികമല്ലയോ. അവനവൻ്റെ തടി രക്ഷിക്കുക. പിന്നെ രാഹുലിന് ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. കാരണം രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ആളുടെ നാലാഭാഗത്തു നിന്ന് ശത്രുക്കളുണ്ടാവും. ഈ ശത്രുക്കൾ ഉണ്ടാകുമെന്ന് നമ്മൾ മുൻകൂട്ടി കാണണം. പെട്ടെന്ന് ഈ സ്ത്രീ വിഷയങ്ങളിൽ അതിൽ ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നാട്ടിലൊരു വിഷയങ്ങളുമില്ല. ജനങ്ങളിലൊക്കെ മാന്യമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. ഒരു പ്രശ്നം പറഞ്ഞാൽ കേൾക്കാനും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളി ഒരു പ്രാദേശിക നേതാവല്ലല്ലോ. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പുള്ളി ഒരു സംസ്ഥാന കേന്ദ്ര ഇതാവുമ്പോഴത്തേക്ക് കുറച്ച് സമയങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ. പുള്ളിയുടെ വളർച്ചയിൽ അസൂയ മൂത്ത ആൾക്കാർ, ആ ആൾക്കാർ എങ്ങനെ അത് ഈ പുള്ളിയുടെ കാര്യത്തിലല്ല പല രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും ഉള്ളതാണത്. അത് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും, ഇനി നടക്കുകയും ചെയ്യും. അതിന് വരുന്ന തലമുറകൾ ജാഗ്രത പാലിക്കുക. രാഷ്ട്രീയ പ്രവർത്തകർ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതെല്ലാം ഒരു പാഠമായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിൻ്റെ സ്ഥലത്തെ ചെറിയൊരു കടയാണ് അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുന്നു. എന്താ ചേട്ടന് പറയാനുള്ളത്? നിങ്ങൾ അടുത്ത് ചെറുപ്പം മുതലേ കാണുന്നതാണ്. ആണ് ചെറുപ്പം മുതലേ കാണുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു വാർത്ത എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുള്ളി നല്ല കുടുംബത്തിൽ ജനിച്ചതാണ്. അച്ഛനും അമ്മയും വിദ്യാഭ്യാസമുള്ളവരും ജോലിയുള്ളവരുമാണ്. പക്ഷേ ഇതുവരെ നാട്ടിൻപുറത്ത് ഒരു അഴിമതിയോ മറ്റു കാര്യത്തിനോ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതായിട്ട് അറിയത്തില്ല. പിന്നെ അവൻ്റെ വളർച്ച നല്ല രീതിയിൽ കൂടി എളുപ്പം വളർന്നു അത് ഇല്ലാതാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല മറ്റ് ദ്രോഹമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഒന്നും വന്നിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ അറിയാം. ഈ രാഹുലിനെ എനിക്ക് 72 വയസ്സായി. ഞാൻ അതുകൊണ്ട് 42 വർഷം കൊണ്ട് ഞാൻ ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെടുന്നുണ്ട്. അച്ഛൻ ജോലിയും കഴിഞ്ഞു പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് വന്നു. ഇവിടെ അടുത്തൊരു പലർക്കട ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് ഈ സ്കൂളിലെ PTA പ്രസിഡൻ്റായിരുന്നു. പുള്ളിയുടെ അധ്വാനത്തിലാണ് ഈ ചുറ്റുമതിലും കാര്യങ്ങളും എല്ലാം അന്നത്തെ കാലത്ത് കെട്ടിയത്. അന്ന് വെറും നിരപ്പായി കിടക്കുന്ന സ്ഥലമായിരുന്നു. പുള്ളി നല്ല കഴിവുള്ള മനുഷ്യനുമായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു നേതാവുമായിരുന്നു. തെന്നല ബാലകൃഷ്ണനുള്ള കുടുംബക്കാരുമാവില്ല. അങ്ങനെ നല്ല രീതിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. മറ്റിതുവരെ ഒരാക്ഷേപമോ കാര്യങ്ങളോ നമ്മളിൽ നിന്നും കേട്ടിട്ടില്ല, ആരിൽ നിന്നും കേട്ടിട്ടില്ല. പിന്നെ ഇതെന്തോ പറ്റി പെട്ടെന്ന് എടിപിടിയുന്നൊരു MLA സ്ഥാനം വന്നു, അതുകൊണ്ടുള്ള ഇതായിരിക്കും. ഈ MLA ആയി കഴിഞ്ഞാൽ പിന്നെ രാഹുലിനെ കണ്ടുണ്ടോ? ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് പഴയ പോലെ തന്നെ വർത്താനം പറയും. എല്ലാവരുമായിട്ട് നല്ല സോഷ്യലായിട്ട് കാര്യങ്ങളും ഒക്കെ ഇപ്പം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഒരു കൊച്ചുമോള് ബാംഗ്ലൂരിലെ നേഴ്സിംഗ് പഠിക്കുന്നു. ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ ചെന്ന് അവിടെ ഏതോ കോളേജിൽ ഏതോ പരിപാടിക്ക് മോളെ കണ്ടപ്പോൾ സംസാരിച്ചു. ആ മോള് നീ ഇവിടെ എങ്ങനെ? ഞാൻ ഇവിടെ പഠിക്കുന്നത് പറയും. അതിപ്പോൾ വന്ന ഒരു മാസം പോലും ആയില്ല. അങ്ങനെ മറ്റു രീതിയിൽ പിന്നെ രാഷ്ട്രീയ പേഴ്സാ തങ്ങൾ കുത്ത എല്ലാം ഒന്നും അല്ല.
ഈ ചെറുപ്പം മുതലേ രാഹുലിന്റെ വളർച്ച കണ്ടിട്ടുള്ള ആളാണ് ചേട്ടൻ. ആണ്. അതായത് പിന്നെ കുറച്ച് നാൾ വെളിരാജ്യത്ത് പഠിത്തത്തിനുമൊക്കെ പോയി അങ്ങനെ കുറേ കാലമൊക്കെ കാണാതെയൊക്കെ ഇരിക്കുമ്പോഴും വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നു. പുള്ളി അങ്ങനെ രംഗത്ത് അന്നേരം ഒന്നും ഇറങ്ങത്തില്ല. പിന്നെ ഇപ്പോഴും അതുപോലെ തന്നെ വരുന്നു പോകുന്നു എന്നുള്ളേ ഉള്ളൂ. MLA ആയപ്പോൾ നിങ്ങൾ സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു? കൊടുത്തിരുന്നു. നിങ്ങളുടെ സന്തോഷമായിരുന്നു അല്ലേ? വളരെ സന്തോഷമായിരുന്നു. നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് ഒരു MLA ആയി ജനിച്ചു വന്നത് നമുക്ക് വളരെ സന്തോഷമായിരുന്നു. നാളെ ഒരു മുഖ്യമന്ത്രിയൊക്കെ ആകുമെന്ന് നിങ്ങൾ പറഞ്ഞു? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ അങ്ങനെ ആയിരുന്നു. അതില്ലാതാക്കിയതായത്. ഇനി സ്വയമേ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഈ അപരാധമെല്ലാം വന്നത് ഇപ്പോൾ MLA സ്ഥാനം വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഒരു കേസ് കേട്ടോ നമ്മുടെ നാട്ടിൻപുറത്തുമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. ഈ MLA സ്ഥാനം വന്നതിന് ശേഷമാണ് ഇത്രയും ഇത് വന്നത്. പാരമ്പര്യമായിട്ട് അവർക്ക് സ്വത്തുള്ള ആൾക്കാരാണ്. ആ തള്ളയും തന്തയ്ക്കും ജോലി ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് പണം ഉണ്ടാക്കി അയാളെ പെൻഷനായി വന്നപ്പോഴൊക്കെ സാമ്പത്തികമുണ്ട്. മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഭയങ്കര തറവാട്ടുകാരാണ്. രാഹുലിന് എത്ര സഹോദരിമാരുണ്ട്, എത്ര സഹോദരന്മാരുണ്ട്? ഒരു സഹോദരിയേ ഉള്ളൂ, രാജി. അതിനെ കല്യാണം കഴിച്ചു ഇതുവരെയും കുട്ടികളൊന്നുമില്ല. അവർ ബൈപ്പാസിൻ്റെ അവിടെ കണ്ട് ഏതാണ്ട് കടയാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ ബിസിനസ്സാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. ബൈപ്പാസിലാണെന്നറിയാം. ഈ രാഹുലിന്റെ ചേച്ചിയാണ് മൂത്ത. പിന്നെ ഈ രാഷ്ട്രീയമായിട്ട് വെളിയിലൊക്കെ പോയതിന് ശേഷമുള്ള ഇതേ ഉള്ളൂ എൻ്റെ അറിവിലെ. അല്ല നമ്മുടെ അറിവിലെ ഈ ഏരിയയിലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും രാഹുലിനെ പറ്റി പറയാനില്ല. പിന്നെ വെളിയിലെ പഠിത്തവും രാഷ്ട്രീയ പേസുമായിട്ട് പോയതിന് ശേഷമുള്ള അപരാധങ്ങളേ ഉള്ളൂ. ഇപ്പോൾ കൂടുതലും പ്രശ്നം വന്നത് ഇപ്പോൾ ഇവിടുത്തെ പാലക്കാട്ടെ ഇലക്ഷനോട് കൂടിയാണ് ഇതെല്ലാം വെളി വരുന്നത്. ഞങ്ങൾക്ക് അധികം അറിയാൻ പറ്റുന്നുള്ളൂ, അല്ലാതൊന്നും പറ്റുന്നില്ല. ശരിക്കും ആയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതൊന്നും പൊങ്ങാൻ പോകുന്നില്ല. അന്നേരം ഈ തെറ്റ് ഇത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തേ ഉള്ള ആണെന്ന് ഇങ്ങനെ ചില ജനങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിപ്പോൾ ഈ രാഷ്ട്രീയ പേസ് വന്നതിന് ശേഷമാണ് ഇത് കുത്തിപ്പൊക്കുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വീഡിയോ ഇപ്പോൾ ആരുടെയും സ്വരം എങ്ങനെ വേണേലും മിമിക്രിക്കാരോ ഇഷ്ടം പോലെ കിടക്കും. ഏത് സ്വരവും ആരുടെയും പറയാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു രീതി പറയാൻ ഏത് കലാരൂപത്തിലും ഏത് ശബ്ദവും ആരുടെയും അനുകരിക്കാം. ഞാൻ വിശ്വസിക്കുന്നതാണ്. ഇപ്പോഴും അതാ എൻ്റെ വിശ്വാസം. ശരി. നമ്മൾ നാട്ടിൻ പുറത്ത് ഇറങ്ങി നടന്ന് ഉത്സവപ്പറമ്പിലൊക്കെ പോകുന്നു. ആരുടെയും സംസാരങ്ങൾ ഏത് രീതിയിലും അനുകരിക്കുന്ന നടന്മാരുണ്ട്. ആ രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ തെറ്റുകുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഇവിടെ 4ാം ക്ലാസ് വരെ രാഹുൽ പഠിച്ചു. ഇവിടെ വെച്ചാണ് അച്ഛൻ PTA പ്രസിഡന്റ് ആയത് അല്ല ഈ സ്കൂൾ അല്ലേ? ഇത് ഗവൺമെന്റ് സ്കൂളാണ്. ഈ ഗവൺമെന്റ് സ്കൂളിലാണ് രാഹുൽ മാങ്കൂട്ടം 4ാം ക്ലാസ് വരെ പഠിച്ചത്. ഇവിടെ രാഹുലിന്റെ അച്ഛൻ്റെ പേര് രാജേന്ദ്രക്കുറുപ്പ്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അച്ഛൻ രാജേന്ദ്രക്കുറുപ്പ് PTA പ്രസിഡന്റ് ആയിട്ടിരുന്നത്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അച്ഛൻ പണിത PTA പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ പണിത മതിലാണെന്നാണ്, ചുറ്റുമതിലാണെന്നാണ്, ഈ സ്കൂളിൻ്റെ ചുറ്റുമതിലാണെന്നാണ് പറയുന്നത്. അച്ഛൻ മരിച്ചുപോയി. ഇപ്പം ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പഠിച്ച സ്കൂൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. അത് മനുഷ്യൻ്റെ കാര്യമില്ല, നമുക്കതിനകത്തൊരു വ്യക്തതയില്ല. ആശയപരമായി എന്നാലും ഇഷ്ടമാണ്, കുഴപ്പമില്ല. അല്ല, രാഷ്ട്രീയപരമായി നിങ്ങൾ വ്യത്യസ്ത നിലപാടാണ് അല്ലേ? പക്ഷേ വ്യക്തി എന്ന നിലയിൽ, പേഴ്സൺ എന്ന നിലയിൽ നമുക്ക് വലിയതായിട്ട് അറിവില്ല. എന്നാൽ പോലും കേട്ടറിവിൻ്റെ ഭാഗം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ച് ആൾ മോശമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിയാണ്. നല്ല വളർന്നു വരേണ്ട ഒരു പുള്ളി തന്നെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകാൻ പറ്റുന്ന കഴിവുള്ള ആള് ആയിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം പണ്ട് വന്നിരുന്നു. അതേപോലൊരു ആരോപണമാണ് ഇതും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആകുമോ ഇത് അവസാനം വരുമ്പോൾ? ഉമ്മൻചാണ്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട. അത് രണ്ടും രണ്ട് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ എന്തുവന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കട്ടെ. പാർട്ടി ഓൾറെഡി തീരുമാനം എടുത്തു. അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിവായി. അപ്പം ബാക്കി ഇനിയും പാർട്ടിയുടെ ഒരു അഭിപ്രായത്തിൽ മുമ്പോട്ട് പോട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. പാർട്ടി ഓൾറെഡി മുഖം രക്ഷിക്കാൻ വേണ്ടി പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഓക്കെ, ഇനി ബാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയതല്ല, അദ്ദേഹം സ്വയം ഒഴിഞ്ഞെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. മാറ്റിയോ അത് ഉള്ളിലുള്ള കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ധാർമ്മികത വെച്ച് അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കോൺഗ്രസ് അനുഭാവിയോ LDF അനുഭാവിയോ അന്തസ്സുള്ള നിലപാടാണ് അല്ലേ? അദ്ദേഹം ആരോപണം വന്നപ്പം അദ്ദേഹം ഒഴിഞ്ഞു. ബാക്കി ഇനി എന്താണ്, സത്യം തെളിയട്ടെ, കേസ് കൊടുക്കട്ടെ. ബാക്കി കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ കേസ് കൊടുക്കട്ടെ. കേസുണ്ടെങ്കിൽ കേസ് തെളിയിക്കട്ടെ. അദ്ദേഹത്തെ പറ്റി മോശം അഭിപ്രായം ഈ നാട്ടിലുള്ള ആർക്കും ഇല്ല എന്ന് തന്നെയാണ്. ഞാനിവിടെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഞാൻ. എനിക്കും മോശം അഭിപ്രായങ്ങളൊന്നും ഇതുവരെ ഇല്ല അദ്ദേഹത്തെ പറ്റി. ഇങ്ങനെ രാഷ്ട്രീയ പോയപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ?
ഇപ്പം ചാറ്റുകൾ വരുന്ന സ്ഥിതിക്ക് ഇന്നത്തെ കാലത്തൊന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. ചാറ്റുകൾ വരുന്ന സ്ഥിതിക്ക് സത്യം എന്താണെന്ന് തെളിയിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം മുൻകൈ എടുത്തത് തെളിയിപ്പിക്കണം. രണ്ടുപേരും തമ്മിൽ പങ്കുണ്ടായിരിക്കാം, പങ്കില്ലാതിരിക്കാം, പക്ഷെ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അദ്ദേഹം നാട്ടുകാരെന്നുള്ള നിലയിലല്ല അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാതിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ തെളിയിക്കേണ്ട ചുമതല അദ്ദേഹത്തിനാണ്, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് രാഹുൽ മാങ്കുട്ടം പേഴ്സണലി അറിയാവോ? രാഹുൽ മാങ്കട്ടത്തിന്റെ മൂത്ത പെങ്ങള് എന്റെ പ്രായമാണ്. രാജി ആ അല്ലേ? രജനി രജനി നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്? ഞങ്ങൾ ഒരുമിച്ച് പെങ്ങളുമായിട്ട് ഒന്നിച്ച് പഠിച്ചതാ. അപ്പൊ രാഹുൽ മാങ്കുട്ടം അറിയത്തില്ല? അപ്പൊ ആ സ്കൂളിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ എനിക്കറിയാം, നേരത്തെ തൊട്ട് എനിക്കറിയാം. രാഹുൽ മാങ്കട്ടത്തിന്റെ മൂത്ത പെങ്ങൾ എൻ്റെ കൂടെ പഠിച്ചതാ. എങ്ങനെയുണ്ട് പുള്ളിക്കാരുടെ ഇടപെടൽ? എങ്ങനെയുള്ള നിങ്ങളോടൊക്കെ? എന്നോട് അത്ര കൂടുതൽ ഇടപെടാനൊന്നും വന്നിട്ടില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല. നിങ്ങൾ ഒന്നിച്ച് ഒരേ ക്ലാസ്സിലാണോ പഠിച്ചത്? അല്ലല്ല, രാഹുൽ മാങ്കട്ടത്തിന്റെ പെങ്ങൾ എൻ്റെ കൂടെ പഠിച്ചതാ. എല്ലാവരും ആ അമ്മയൊക്കെ എന്നോട് വലിയ കാര്യം വെക്കുക, ആ അമ്മ എന്നോടൊക്കെ വലിയ കാര്യം വെക്കുക. ആ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇത് കേട്ടപ്പോ എന്തോ തോന്നി നിങ്ങൾ നാട്ടുകാർക്ക്? വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇല്ല, നല്ല മനുഷ്യനായിട്ടാണ്. നല്ല മനുഷ്യനായിരുന്നു. ഞാൻ കാണുന്നു നമുക്ക് മക്കളുള്ള എന്നുള്ളത് ഇങ്ങനെ അച്ഛൻ കുടിച്ച് അവൻ 10ാം ക്ലാസ്സിൽ ആദ്യത്തെ വർഷം പാസ്സായവനാ. യവനെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂട്ടി ആദ്യം പാസ്സായതാ. അച്ഛൻ കുടിച്ചേച്ച് വന്ന് വഴക്കുണ്ടാക്കി എന്നെ അടിച്ചിറക്കി കുടിയായിരുന്നു. അവൻ അങ്ങ് മാനസിക രോഗിയായി, ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. ഒരുപാട് ഇപ്പോൾ ചികിത്സയിൽ എപ്പോഴും മരുന്നുണ്ട് അവന്. അതുകൊണ്ട് നമുക്കൊന്നുള്ളതാണ്. എൻ്റെ നാട്ടിലത്തെ സാർമാരെ ഒരു സ്വഭാവ ദൂഷ്യോ ആ ചെറുക്കന് ഞാൻ കാണുന്നില്ല. നിങ്ങൾക്കെല്ലാം നല്ല അഭിപ്രായമാകും അതിനെക്കുറിച്ച് അല്ലേ? അല്ല, ഈ പിന്നെ ഇവിടെ എങ്ങും അങ്ങനെ ഈ പറയുന്നത് പോലെ പെൺവിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പുള്ളിയെ കുറിച്ചൊരു മോശം അഭിപ്രായം ഇന്നിതുവരെ ഞാൻ കേട്ടിട്ടില്ല. ചേച്ചിയൊക്കെ കാണുമ്പോൾ നന്നായിട്ട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുമോ? അവനങ്ങനെ ഈ ജോലി ഇങ്ങനെയൊക്കെ അതിന് മുമ്പ് തൊട്ടേ അവനെ അങ്ങോട്ട് വീട്ടിലെങ്ങാണ്ടിരിക്കും. ജയിച്ച് തിരക്കിടെ പോയില്ലയോ, സ്വീകരണം കൊടുത്തപ്പോൾ എന്നെ കൈയൊക്കെ എടുത്ത് കാണിച്ചായിരുന്നു. അങ്ങനെയൊക്കെ അല്ല, അവൻ്റെ തള്ളയ്ക്ക് ഏതാണ്ട് ജോലിയുണ്ട്. ആർക്കറിയാം. ഇവരുടെ അച്ഛനെയൊക്കെ അറിയത്തില്ലായിരുന്നു ചേച്ചിക്ക്? അവൻ്റെ തന്തേ എനിക്കറിയാം. ഒരു സ്വഭാവ ദൂഷ്യം എൻ്റെ ദൈവമേ ഞാൻ കണ്ടിട്ടില്ല. എനിക്കിത് കേട്ടപ്പോൾ തൊട്ട് വിഷമമുണ്ട്. ഒരു വലിയ മന്ത്രിയൊക്കെ ആകേണ്ട ഒരാളാ നല്ലൊരു ഭാവി, ആരെങ്കിലും നല്ലതായിട്ട് ജീവിക്കട്ടെ ദൈവമേ. നമുക്കതിനകത്ത് ഓരോ എതിരുമില്ല. ഒരു പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് പോകരുത്. പെണ്ണുങ്ങൾ എപ്പോഴും ചതിക്കുന്നവരാ. എനിക്ക് വിഷമമുണ്ട്. ഇങ്ങനൊന്നും കൊച്ചനില്ലെന്ന രാജേന്ദ്രൻ അവൻ്റെ തന്ത പട്ടാളക്കാരനായിരുന്നു. അവൻ കെട്ടിയിരിക്കുന്നത് എൻ്റെ വീടിനടുത്തു നിന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്നാലും ഞാനിവിടെ ഇല്ലേ, നമുക്ക് അങ്ങനെ എന്നാലും ഒരു സ്വഭാവ ദൂഷ്യവും ഞാൻ കേട്ടിട്ടില്ല. അവൻ പെൻഷനായി വന്ന് അവരുടെ മുമ്പിലാണ്ടൊരു കടയോ പോലൊന്ന് അതിനകത്ത് കച്ചവടമൊക്കെ ആയിരുന്നു രാജേന്ദ്രൻ. ദൈവമേ ഇത് കേട്ടപ്പോൾ തൊട്ട് വിഷമോ. അമ്മയെ കണ്ടായിരുന്നു പിന്നെ ഈ രാഹുലിന്റെ അമ്മ? എന്തോ സങ്കടമായി പോയില്ലേ? സങ്കടമാണ് എനിക്ക് അങ്ങനെയുള്ളു. ആർക്കും ഒരു ഇത് പറഞ്ഞു കൊടുക്കാനും ഒന്നും നമ്മളാവതല്ല. എന്നാന്ന് വെച്ചാൽ അതാണ്ട് ഒന്നേ ഉള്ളൂ, ഇതായിരിക്കുന്ന കണ്ടില്ലേ, അവനെ കൊണ്ട് നീ ഞാൻ ജീവിക്കേണ്ടതല്ലേ. എനിക്കിപ്പം മോന്റെ കാര്യം ഓർക്കുമ്പോൾ അല്ലേ രാഹുലിന്റെ കാര്യം പറയുമ്പോൾ അതുപോലെ ഒരു വിഷമോ അല്ലേ? അത് പറ സാറേ, അതുപോലെയുള്ളു എനിക്ക്. അമ്മക്കാരും ഒന്നും തന്നും തിന്നും ഒന്നുമില്ല. എങ്കിലും ഒരു കുഞ്ഞ് നല്ല ഭാവി വന്ന് അവനെ നേരിട്ട് കാണാൻ പറ്റും. ഒരു മോനെ ഉള്ളോ ചേച്ചിക്ക്? അതേ ഉള്ളു. അതും രാഹുൽ മാങ്കുട്ടത്തിന്റെ മരിച്ചുപോയി. എവിടെ എല്ലാം കൊണ്ടുപോയെന്നറിയാമോ? അന്നേരം ഡോക്ടർ പറഞ്ഞ് എവിടെ കൊണ്ടുപോയാൽ ആൽക്കഹോൾ വല്ലയിടത്തൂടെയും കൊണ്ടുപോയാൽ തീ കത്തും. തീ കൊണ്ടുപോയ ഓട്ടിനിയിപ്പം എന്തിനാ എല്ലാം നമ്മൾ സഹിക്കുക. അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തില് MLA സ്ഥാനത്ത് നിന്ന് ഒഴിയരുതെന്നാ എൻ്റെ ആഗ്രഹം. ഒഴിയരുതെന്നാ എൻ്റെ ആഗ്രഹം. ഇല്ലല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടാ പഠിപ്പിച്ചെന്ന് തോന്നുന്നു. ശരിയായിരിക്കാം. ഇവിടെയൊക്കെ കാല് കുത്തിയ കാലം തൊട്ട് മേളമല്ലേ. പിന്നെ ജീവിതം നശിപ്പിച്ച് നാറാണക്കല്ല് വെച്ച് എല്ലാം നശിപ്പിച്ച് പോയി. അച്ഛൻ രാഹുൽ മാങ്കുട്ടത്തിന്റെ അച്ഛൻ എങ്ങനെ പാവമായിരുന്നു? പാവമായിരുന്നു, അവനും പാവമായിരുന്നു. പട്ടാളക്കാരനാ.
ഉത്തരപുരത്ത് എൻ്റെ വീടിനടുത്തു നിന്ന് ഒരു പട്ടാളക്കാരനുണ്ട് രാജേന്ദ്രൻ്റെ കൂടെ ജോലി നോക്കുന്നത്. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും പിന്നെ നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല ഇത് ഇങ്ങനെ ആര് പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ? വിഷയം വന്നപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം എല്ലാ പത്ര ചാനലിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടതിൻ്റെ പേര് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതാരും പറയത്തില്ലല്ലോ, ഉള്ളതായിരിക്കും. അപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും യാതൊരു ആരോടുമില്ല. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ചെറുപ്പക്കാർ മുന്നോട്ട് വരണമെന്ന് പറയുന്നതിൽ അപ്പം ചെറുപ്പക്കാർക്ക് തന്നെ മറ്റുള്ള ചെറുപ്പക്കാർക്ക് ഒരു നാണക്കേടല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാം ചെറുപ്പക്കാർ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് ഒത്തിരി കിഴക്കുമാറിയുള്ളതാണ്. പിന്നെ വലിയ അടുത്ത പരിചയം ഒന്നുമില്ല. കാരണം നമ്മുടെ നാട്ടുകാരെന്ന നിലയിൽ നമുക്ക് ആർക്കായാലും ഒരു അവമാനം ഉണ്ടാകും. നാട്ടുകാരനെന്ന് പറയാം, നാട്ടുകാർ അഭിമാനമായിട്ട് വെച്ചിരുന്ന ആൾ പെട്ടെന്നാകുമ്പോൾ ആർക്കാരും വിശ്വസിക്കാനും പറ്റത്തില്ല. പിന്നെ വിശ്വസിച്ച് ഇത് ആയി കഴിയുമ്പോൾ ഒരു നാണക്കേട് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുമല്ലോ. മറ്റൊരു നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ എവിടെയാണ് അടൂർ പെരിങ്ങനാട് എന്ന് പറയുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാടല്ലേ അതെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അഭിമാനമായിരുന്നു, ഇപ്പോൾ നമുക്കൊരു അപമാനമായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.